നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മോദി സർക്കാരിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താനുമല്ലാതെ രാഹുൽ ഗാന്ധി കണ്ണു തുറന്ന് സ്വന്തം പാർട്ടിക്കാർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാണാതിരിക്കുന്നത് കഷ്ടം തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ രാഹുൽ ഗാന്ധി അറിയുന്നില്ലേ? ഇനി അറിഞ്ഞിട്ടും ഇതൊക്കെ സാധാരണമല്ലേ എന്ന മട്ടിൽ ഇരിക്കുകയാണോ എന്നാണ് ബോധമുള്ള ആളുകൾ ചോദിക്കുന്നത്. താലിബാനിലോ പാകിസ്ഥാനിലോ അല്ല മൃഗീയ ആൾക്കൂട്ട വിചാരണയ്ക്ക് കുപ്രസിദ്ധി ആർജിച്ച മമതയുടെ ബംഗാളിലാണ് സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ താലിബാൻ മോഡലിലാണ് കോൺഗ്രസിന്റെ ഗുണ്ടകൾ ഇപ്പോൾ മർദ്ദനമുറകൾ നടത്തുന്നത്. പശ്ചിമ ബംഗാളിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വീഴ്ചയുണ്ട് എന്ന BJPയുടെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയും MLAയുമായ മദൻ മിത്രയുടെ കൂട്ടാളി ജയന്ത സിംഗും സംഘവും കൂടി നടത്തുന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ഇരു കൈകളും കാലുകളുമായി വലിച്ചു പിടിച്ച് കമഴ്ത്തി എടുത്തു പൊക്കി നിർത്തിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ ഇരുവശങ്ങളിലുമായി നിന്നുകൊണ്ട് ജയന്ത് സിംഗും കൂട്ടാളികളും മരക്കഷ്ണം കൊണ്ട് ഈ പെൺകുട്ടിയെ അടിച്ചുകൊണ്ടിരിക്കുന്നു. വേദനയെടുത്ത് പൊളയുന്ന പെൺകുട്ടി കരയുമ്പോൾ ഇത് ആസ്വദിക്കുകയാണ് ഈ അടിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ താഴെ പലരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് രാഹുൽ ഗാന്ധി അറിയുന്നില്ലേ? ഈ സംഭവ സ്ഥലത്ത് വരാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ വെല്ലുവിളിക്കുന്നവരുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത മമതാ സർക്കാർ സ്വന്തം പാർട്ടിയുടെ ഗുണ്ടകൾക്ക് വേട്ടയാടാൻ അവരെ വിട്ടു നൽകിയിരിക്കുകയാണെന്നും ആളുകൾ പറയുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കാരണം പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസിന്റെ MLA ഹമീദുൾ റഹ്മാനും കൂട്ടാളി താജിമുള്ളും ചേർന്ന് യുവതീ യുവാക്കളെ പരസ്യമായി മർദ്ദിച്ചിരുന്നു. ഇതിനെ വിമർശിച്ചവരോട് രാജ്യത്ത് ഇതൊക്കെ പതിവാണ് എന്നായിരുന്നു അവരുടെ പ്രതികരണം. ഇത്തരം മോശപ്പെട്ട പ്രവർത്തികൾ അനുയായികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും മറ്റും ആദർശം പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധി ബംഗാളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത്? അവിടെ ചെല്ലാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്?